ഹലോ എവ്രി വൺ. നമ്മുടെ കുട്ടികൾ ഏറ്റവും ബെസ്റ്റ് ആവണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ പാരൻസ്. സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യണമെന്നും ആത്മവിശ്വാസത്തോടെ ഒരു സിറ്റുവേഷൻ അവർ ഫേസ് ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. ബട്ട് എങ്ങനെയാണ് ഏറ്റവും ബെസ്റ്റായിട്ട് അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു കുട്ടീനെ നമുക്ക് വളർത്തിയെടുക്കാമെന്ന് നമുക്ക് നോക്കിയാലോ. നമ്മൾ പല രീതികളിലാണ് നമ്മൾ കുട്ടികളെ വളർത്തിയെടുക്കുന്നത്. ഇതിനാണ് നമ്മൾ പാരൻറ്റിങ് സ്റ്റൈൽസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ കുട്ടീനോട് എങ്ങനെയാണ് പെരുമാറുന്നത്, എങ്ങനെ അവരുടെ ആവശ്യങ്ങളോട് നമ്മൾ പ്രതികരിക്കുന്നു, എങ്ങനെയാണ് ഓരോ റൂൾസ് നമ്മൾ അവർക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഓരോ സിറ്റുവേഷൻസിലും നമ്മൾ അവരോട് എത്രത്തോളം സ്നേഹം നൽകുന്നുണ്ട്, എങ്ങനെ ഓരോ ഡിസിപ്ലിൻസും നമ്മൾ നടപ്പിലാക്കുന്നു, ഇതിനെയൊക്കെയാണ് നമ്മൾ പാരൻറ്റിങ് സ്റ്റൈൽസ് എന്ന് പറയുന്നത്. ഇത് കുട്ടികളുടെ ബിഹേവിയേഴ്സിനെയും ഡെവലപ്മെൻറ്റിനെയും അത് വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. കുട്ടികൾ ഇൻഫൻസി തൊട്ട് അഡോളസൻസ് പീരീഡ് വരെ അവർ ചിന്തിക്കുന്ന രീതികൾ, അല്ലെങ്കിൽ ഇമോഷൻസിൻ്റെ നിയന്ത്രണങ്ങൾ, അവർ സോഷ്യലി ഇടപെടുന്ന രീതികൾ, ഡിസിപ്ലിൻസ് ഒക്കെ പ്രധാനമായിട്ടും അവർ പഠിക്കുന്നത് വീട്ടിലെ എൻവയോൺമെൻറ്റിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ കുട്ടീനെ വളർത്തിയെടുക്കുമ്പോൾ ഏത് പാരൻറ്റിങ് സ്റ്റൈലാണ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് പാരൻറ്റിങ് സ്റ്റൈൽസ് എന്ന്, ഏത് സ്റ്റൈൽ കൊണ്ടാണ് നമുക്ക് നമ്മുടെ കുട്ടിയെ സെൽഫ് കോൺഫിഡൻ്റ് ആയിട്ട് അല്ലെങ്കിൽ സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഡെവലപ്മെൻറ്റൽ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഡയാന ബോംബ്രിൻ്റാണ് 1960s പാരൻറ്റിങ് സ്റ്റൈൽസിനെ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. റിസർച്ചിൻ്റെ ബേസിൽ 3 പ്രൈമറി പാരൻറ്റിങ് സ്റ്റൈൽസാണ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത്. ദാറ്റ് ഈസ് അതോറിറ്റേറിയൻ പാരൻറ്റിങ് സ്റ്റൈൽ, അതോറിറ്റേറ്റീവ് പാരൻറ്റിങ് സ്റ്റൈൽ, പെർമിസീവ് പാരൻറ്റിങ് സ്റ്റൈൽ. ലേറ്റർലി റിസർച്ചേഴ്സ് ആഡ് ചെയ്തതാണ് നെഗ്ലക്റ്റ്ഫുൾ പാരൻറ്റിങ് സ്റ്റൈൽ അല്ലെങ്കിൽ അൺഇൻവോൾവ്ഡ് പാരൻറ്റിങ് സ്റ്റൈൽ എന്നുള്ളത്. ഈ 4 പാരൻറ്റിങ് സ്റ്റൈലും വന്നിരിക്കുന്നത് 2 ഇമ്പോർട്ടൻറ്റ് ഡയമെൻഷൻ്റെ ബേസിലാണ്. ഫസ്റ്റ് വൺ ആണ് പാരൻ്റൽ റെസ്പോൺസീവ്നെസ് അല്ലെങ്കിൽ വാംത്ത്. രണ്ടാമത്തേതാണ് പാരൻ്റൽ ഡിമാൻഡിങ്നെസ് അല്ലെങ്കിൽ കൺട്രോൾ. പാരൻ്റൽ റെസ്പോൺസീവ്നെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാരൻസ് കുട്ടീൻ്റെ ഇമോഷണൽ നീഡ്സിന് എത്രത്തോളം മനസ്സിലാക്കുന്നുണ്ട്, എത്രത്തോളം അവരോട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അഫെക്ഷൻ നൽകുന്നുണ്ട് എന്നതിൻ്റെ ബേസിലും. പാരൻറ്റിങ് ഡിമാൻഡിങ്നെസ് അല്ലെങ്കിൽ കൺട്രോൾ എന്ന് പറയുന്നത് പാരൻസ് കുട്ടികൾക്കായിട്ട് എങ്ങനെയാണ് റൂൾസ് സെറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എക്സ്പെക്റ്റേഷൻസ് വെക്കുന്നത്, ബിഹേവിയറൽ സ്റ്റാൻഡേർഡ്സ് വെക്കുന്നത് എന്നതിൻ്റെ ബേസിലാണ്. ഈ 2 ഡയമെൻഷൻ്റെ ഇൻട്രാക്ഷനാണ് ഈ 4 പാരൻറ്റിങ് സ്റ്റൈൽസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓരോ സ്റ്റൈൽസിലും അതിൻ്റേതായിട്ടുള്ള യുണീക്ക് ക്യാരക്ടറിസ്റ്റിക്സും കുട്ടികളുടെ ഡെവലപ്മെൻറ്റിന് ഡിഫറെൻ്റ് ആയിട്ടത് ഇമ്പാക്റ്റും ഉണ്ടാക്കുന്നുണ്ട്. നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതോറിറ്റേറ്റീവ് പാരൻറ്റിങ് സ്റ്റൈലിനെ കുറിച്ചിട്ടാണ്. അതോറിറ്റേറ്റീവ് പാരൻറ്റിങ് സ്റ്റൈലിനെ നമ്മൾ ഡെമോക്രാറ്റിക് പാരൻറ്റിങ് സ്റ്റൈൽ എന്ന് കൂടി വിളിക്കാറുണ്ട്. അവർക്ക് സ്നേഹം ഉണ്ടാകും, അതോടൊപ്പം തന്നെ കൺട്രോളും ഉണ്ടാകും. ഇതൊരു ചൈൽഡ് സെൻട്രിക് അപ്രോച്ചാണ്. അതായത് കുട്ടിയുടെ ഇമോഷനും അവരുടെ ആവശ്യങ്ങൾക്കും അഭിപ്രായങ്ങൾക്കൊക്കെ വില കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം വ്യക്തമായിട്ടുള്ള നിയമങ്ങളും നിയന്ത്രണങ്ങളും ഉണ്ടാക്കും. ഈ പാരൻറ്റിങ്ങിൽ കുട്ടികളും പാരൻസും തമ്മിൽ നല്ല അടുപ്പമുള്ളതും നെർച്ചറിങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണുള്ളത്. എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് നല്ല സുരക്ഷിതത്വവും സ്നേഹവും പരിഗണനയൊക്കെ അനുഭവപ്പെടുന്ന ഒരു ബന്ധമായിരിക്കും അത്. അതുപോലെ തന്നെ അവർക്ക് കുട്ടീനെ കുറിച്ചിട്ട് ഹൈ എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാകും. പക്ഷേ അവർ ആ എക്സ്പെക്റ്റേഷൻ അച്ചീവ് ചെയ്യാനുള്ള റിസോഴ്സസും സപ്പോർട്ടൊക്കെ നൽകും കുട്ടിക്ക്. അതുപോലെ തന്നെ അവർ കുട്ടിക്ക് എന്താണ് പറയാനുള്ളത് അത് കേൾക്കുകയും അവരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള അവസരം നൽകുകയും ചെയ്യുന്നുണ്ട്. കുട്ടീൻ്റെ നീഡ്സ്, സിറ്റുവേഷന്, പ്രസൻ്റ് ആയിട്ടുള്ള മറ്റ് ഫാക്ടേഴ്സൊക്കെ അനുസരിച്ചിട്ട് അവരുടെ അപ്രോച്ചിനെ അവർ അഡ്ജസ്റ്റ് ചെയ്യുകയും ചേഞ്ചസ് വരുത്തുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഡിസിപ്ലിൻസ് നടപ്പിലാക്കുമ്പോൾ കുട്ടിയുടെ ബിഹേവിയർ, അത് സംഭവിച്ചിട്ടുള്ള സിറ്റുവേഷൻസ്, മറ്റ് ഫാക്ടേഴ്സിനൊക്കെ അവർ പരിഗണിക്കും. അതോറിറ്റേറ്റീവ് പാരൻറ്റിങ് സ്റ്റൈലിലൂടെ വളരുന്ന കുട്ടികളിലുണ്ടാകുന്ന എഫക്ട്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അവർക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള എബിലിറ്റീസിൽ അവർ സെൽഫ് കോൺഫിഡൻ്റ് ആയിരിക്കും, അതായത് ആത്മവിശ്വാസമുള്ളവരായിരിക്കും. അതുപോലെ തന്നെ അവർ നല്ല സോഷ്യൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നു. അതായത് മറ്റുള്ളവരുമായിട്ട് നന്നായിട്ട് പെരുമാറാനും ഇടപഴകാനുള്ള ഒരു സ്കിൽ അവർക്ക് നന്നായിട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് നല്ല ഇമോഷണൽ കൺട്രോളും റെഗുലേഷൻസൊക്കെ ഉണ്ടാകും. അവരുടെ സ്വന്തം ഇമോഷൻസിനെ മനസ്സിലാക്കാനും അതുപോലെ തന്നെ പ്രകടിപ്പിക്കാനൊക്കെ അവർക്ക് കഴിയും. പിന്നെ അവർ കൂടുതൽ സന്തോഷമുള്ള ബിഹേവിയേഴ്സ് ആയിരിക്കും കാണിക്കുന്നുണ്ടാകുക. അവർ എപ്പോഴും ക്രിയേറ്റീവായിരിക്കും.
പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചറിയാനും അവക്കുള്ള യോജിച്ചിട്ടുള്ള പരിഹാരം കണ്ടെത്താനുള്ള കഴിവ് അവർക്ക് ഉണ്ടാക്കും. അതുപോലെ തന്നെ അവർ ഭയങ്കര ആത്മവിശ്വാസമുള്ള കുട്ടികളായിരിക്കും. പിന്നെ അവർക്ക് എന്താണ് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും അവർ. എങ്ങനെ നമുക്ക് ഒരു അതോറിറ്റേറ്റീവ് പാരൻ്റ് ആകാം, അല്ലെങ്കിൽ എങ്ങനെ നമ്മളുടെ കുട്ടീനെ നമുക്ക് സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ സെൽഫ് കോൺഫിഡൻസോട് കൂടിയിട്ട് ഓരോ സിറ്റുവേഷനെ ഫേസ് ചെയ്യാൻ നമുക്ക് കുട്ടീനെ എങ്ങനെ പ്രാപ്തനാക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേതാണ് സെറ്റ് റൂൾസ്. നമ്മൾക്ക് ഏതൊരു ബിഹേവിയറാണോ നമുക്ക് കുട്ടിയിൽ ചേഞ്ചസ് ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നത്, ആ ബിഹേവിയേഴ്സിന് നമുക്കൊരു റൂൾസ് സെറ്റ് ചെയ്യണം. അതിൻ്റെ കുറിച്ചിട്ടുള്ള എക്സ്പെക്റ്റേഷൻസും ബൗണ്ടറീസും ഗൈഡ് ലൈൻസിനെയൊക്കെ കുറിച്ചിട്ട് കുട്ടിയായിട്ട് കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നമുക്ക് കുട്ടീൻ്റെ ഹോംവർക്ക് ചെയ്യുന്നതിലുള്ള മടി മാറ്റാമെന്നുള്ള ആ ഒരു ബിഹേവിയറാണ് മാറ്റേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ കുട്ടീനോട് പറയാം, മോന് സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം കളിച്ചതിന് ശേഷം നമുക്ക് ഹോംവർക്ക് ചെയ്യാനിരിക്കണം. ഇന്ന സമയത്ത് നമുക്ക് ഹോംവർക്ക് ചെയ്യാനിരിക്കണം. ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മോനിക്ക് ഇഷ്ടമുള്ള മറ്റേ ആ ഡ്രോയിങ് ഉണ്ടല്ലോ അത് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് നേരം TV കാണാം എന്നൊക്കെ പറയാം. ഇനി കുട്ടി ആ റൂൾസിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള കോൺസിക്വൻസസ് നമ്മൾ നിശ്ചയിക്കുക. അത് എക്സ്പെക്റ്റേഷൻസ് ചെയ്യാതായാൽ അത് നടപ്പിലാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടി ഇപ്പോൾ നമ്മൾ ഹോംവർക്ക് ചെയ്യാൻ പറഞ്ഞ ആ റൂള് വയലേറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ കുട്ടീനോട് പറയാം, ഇന്ന് നിനക്ക് ഡ്രോയിങ് ഇല്ല, അല്ലെങ്കിൽ TV കാണാൻ പറ്റില്ല, നമ്മൾ ഹോംവർക്ക് ചെയ്യാന്നുള്ള ഒരു ബിഹേവിയർ ചെയ്യാത്തത് കൊണ്ട് ഇന്നതില്ല എന്നുള്ളത് കറക്റ്റ് നടപ്പിലാക്കുക. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടീനോട് എപ്പോഴും സ്നേഹമുള്ളവരാക്കുക. അതുപോലെ തന്നെ എമ്പത്തറ്റിക് ആവുക. അവരുടെ ഭാഗത്ത് നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കണം. നമ്മൾ വലിയ ആളുകളായതുകൊണ്ട് നമ്മളുടെ ഭാഗത്ത് നിന്നല്ല ചിന്തിക്കണത്, കുട്ടിക്ക് എന്തായിരിക്കും ഫീൽ ചെയ്യുന്നുണ്ടാവുക എന്നുള്ള ഒരു രീതിക്ക് ചിന്തിച്ചിട്ട് അവരോട് സപ്പോർട്ടീവായിട്ട് പെരുമാറുക. അതുപോലെ തന്നെ എല്ലാം നമ്മൾ കൺട്രോൾ ചെയ്യുന്നതിന് പകരമായിട്ട് അവരോട് സ്ട്രോങ് ആയിട്ട് സപ്പോർട്ടീവ് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക. കുട്ടീനെ ഇൻഡിപെൻഡൻ്റ് ആവാൻ എൻകറേജ് ചെയ്യുക. അതുപോലെ തന്നെ അവരുടെ നല്ല ബിഹേവിയർ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോസിറ്റീവായിട്ടുള്ള റീഇൻഫോഴ്സ്മെൻറ്റ് നൽകുക, അല്ലെങ്കിൽ എന്തെങ്കിലും റിവാർഡ് നൽകുക. നല്ല മോനാണിട്ട്, നല്ല കുട്ടിയാണിട്ട്, ഇങ്ങനെ ഒരു കാര്യം ചെയ്തല്ലോ എന്നും പറഞ്ഞിട്ട് അവരെ പ്രൈസ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു നല്ല ബിഹേവിയർ വീണ്ടും ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. നമ്മൾ ജീവിക്കുന്ന ഈ ഒരു എൻവയോൺമെൻറ്റിനെ കുട്ടികൾക്കായിട്ട് പൂർണ്ണമായിട്ട് സുരക്ഷിതമാക്കാൻ നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ ഒരു ആത്മവിശ്വാസത്തോടെ ആ ഒരു എൻവയോൺമെൻറ്റിനെ നേരിടാൻ കഴിയുന്നൊരു കുട്ടികളെ വളർത്തുക എന്നുള്ളത് നമ്മുടെ കൈകളിലാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ കുട്ടികളെ വളർത്തിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.